എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NIOS 2026 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ എഴുതുന്ന +2 വിദ്യാർത്ഥികളുടെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വിശകലനം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2025 ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്ക്, അതായത് 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS 10ാം ക്ലാസ് +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LBയിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ട്യൂഷൻ ക്ലാസ്സുകൾക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ എയിലെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് ആദ്യം തന്നെ കിടക്കാം. സെക്ഷൻ എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റീസൺ ഫോർ മൂവ്മെൻറ്റ് എലോങ് എ ഡിമാൻഡ് കർവ് ഈസ് ഡാഷ്. അതായത് ഈ ഡിമാൻഡ് കേവിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാകുന്ന എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. അതായത് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആണ് ഡിമാൻഡ് കർവിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ റീസൺ ഫോർ മൂവ്മെൻറ്റ് എലോങ് എ ഡിമാൻഡ് കർവ് ഈസ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആണ് അല്ലേ. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. സോ അവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? ആ തന്നിരിക്കുന്നതിനകത്ത് 3 തന്നെ എന്താണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓൾ ദി എബവ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അൺപെയ്ഡ് ഫാമിലി ലേബർ യൂസ്ഡ് ഓൺ ഫാംസ്, ഫാമിംഗ് ഓൺ ലാൻഡ്, യൂസ് ഓഫ് ട്രാക്ടർ ഓൺ ബൈ ഫാർമർ, ഇതെല്ലാം തന്നെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ പരോക്ഷ ചെലവ്, അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ എ ഡിമാൻഡ് കർവ് ഈസ് പാരലൽ ടു OX ആക്സിസ്. അതായത് ഡിമാൻഡ് കർവ് OX ആക്സിസിന് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് OX എന്ന് പറയുന്ന ആ ഒരു ആക്സിസിന് ഡിമാൻഡ് കർവ് പാരലലായിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. എത്രയായിരിക്കും? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് ഇവിടെ വരുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് കേട്ടോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, OX ആക്സിസിന് അതായത് ഡിമാൻഡ് കർവ് പാരലായിട്ട് വരികയാണെങ്കിൽ സോ അതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സപ്ലൈ ഓഫ് എ കോമഡിറ്റി ഇൻക്രീസസ് വെൻ ഡാഷ്. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വിതരണം വർദ്ധിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അവിടെ വന്നിരിക്കുന്നത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ. ദർ ഈസ് ഫോൾ ഇൻ പ്രൈസ് ഓഫ് അതർ കോമഡിറ്റീസ്. അതായത് നമുക്കറിയാം മറ്റു ഉൽപ്പന്നങ്ങളുടെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഉൽപ്പാദകർ ലാഭകരമായിട്ടുള്ള ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് കടക്കും അല്ലേ. അപ്പോൾ അത് സാധാരണ രീതിയിൽ വിതരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ പറയാം സപ്ലൈ ഓഫ് എ കോമഡിറ്റി ഇൻക്രീസസ് വെൻ ദർ ഈസ് ഫോൾ ഇൻ പ്രൈസ് ഓഫ് അതർ കോമഡിറ്റീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. അതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ. നോക്കിക്കേ, ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അതായത് MC കർവ് കട്ട്സ് ബോത്ത് AC ആൻഡ് AVC കർവ്സ് അറ്റ് ദെയർ മിനിമം പോയിൻറ്റ്സ്. അതായത് ഇവിടെ MC, AC, AVC എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. MC എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ആണ്. ദെൻ AC എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റ് ആണ്. ഇനി AVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? AC അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇതിൻ്റെ മിനിമം പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. സോ ആ ഒരു പ്രസ്താവന അവിടെ കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക MC കർവ്സ് കട്ട്സ് ബോത്ത് AC ആൻഡ് AVC കർവ്സ് അറ്റ് ദെയർ മിനിമം പോയിൻറ്റ്സ് ഓർത്ത് വെച്ചോണേ.
അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് മാർക്കറ്റ് ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദ കോമഡിറ്റി അവൈലബിൾ. അതായത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്ത മാർക്കറ്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മോണോപോളിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം മോണോപോളി മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഒരൊറ്റ സ്ഥാപനം മാത്രമായിരിക്കും അല്ലേ. അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു ഉൽപ്പന്നങ്ങളൊന്നും ആ ഒരു വിപണിയിൽ ഉണ്ടാവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെച്ചോണം മോണോപോളി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എവരി കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാസ് ടു കീപ്പ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ഡിപ്പോസിറ്റ്സ് ഇൻ ക്യാഷ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. അത് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. LRR എന്നുള്ളതാണ് ആ ഒരു പേരെന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ LRR എന്ന് വിളിക്കുന്നത്. അതായത് എന്താ LRR എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ റിസർവ് റേഷ്യോ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. ലീഗൽ റിസർവ് റേഷ്യോ കേട്ടോ. അപ്പോൾ എവരി കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാസ് ടു കീപ്പ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ഡിപ്പോസിറ്റ്സ് ഇൻ ക്യാഷ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ലീഗൽ റിസർവ് റേഷ്യോ എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ LRR എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മണിയുടെ ഫംഗ്ഷൻ അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മണി. ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. എൻകറേജ് സേവിങ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സുകളും കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. എയും ബിയും സിയും ഡിയും കറക്റ്റ് ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. അതായത് നമ്മുടെ MBS എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എടുത്ത് കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒന്നെങ്കിൽ MBS കൂടുമ്പോൾ ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്തായിരിക്കും? കുറയുമായിരിക്കും ചെയ്യുക. മനസ്സിലായോ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ചിലപ്പോൾ കൂടുമായിരിക്കും ചെയ്യുന്നത്. അതായത് ഇത് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തെ ചോദ്യം നോക്കിക്കേ. ഇൻ വിച്ച് മാർക്കറ്റ് ഫേം ഈസ് പ്രൈസ് ടേക്കർ. അതായത് ഏത് വിപണിയിലാണ് സ്ഥാപനം ഒരു പ്രൈസ് ടേക്കർ ആകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് നിശ്ചയിക്കുന്ന വില സ്വീകരിക്കാൻ മാത്രമേ ഫേമുകൾക്ക് കഴിയത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് കൊമഡിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡാഷ്. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് കൊമഡിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻസർ എന്താ? ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് കൊമഡിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുത്തെഴുതാനോ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ വായിച്ച് നോക്കണം. എ സ്റ്റേറ്റ്മെൻറ്റ്, ബി സ്റ്റേറ്റ്മെൻറ്റ്, സി സ്റ്റേറ്റ്മെൻറ്റ്, ഡി സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് വേണം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തെഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രോപ്പർട്ടി ടാക്സ് ഈസ് ഡയറക്റ്റ് ടാക്സ്. അതായത് നമുക്കറിയാം സ്വത്തുവക ആയിട്ടുള്ള നികുതി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി ടാക്സ് ഈസ് ഡയറക്റ്റ് ടാക്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചങ്ങ് പൊക്കോളുക കേട്ടോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ചോദ്യം നോക്കിക്കേ. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. താഴെ തന്നിരിക്കുന്നതിനകത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. അതായത് സാലറീസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 14ാമത്തെ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താ പഠിക്കേണ്ടത്? സാലറീസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് എന്നൊക്കെ പറയുന്ന ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതായത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ടാക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം. ആ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വേണം പഠിച്ചിട്ട് പോകാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഷുഗർ പർച്ചേസ്ഡ് ബൈ ഷോപ്പ് കീപ്പർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ആൻസർ വരാനായിട്ട് കാരണം എന്താണ്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഈ ഒരു ഷുഗർ പർച്ചേസ്ഡ് ബൈ ഷോപ്പ് കീപ്പർ വരാൻ കാരണം എന്താണ്? നമുക്കറിയാം ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിർമ്മിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, ആ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്താണ് വീണ്ടും നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വാങ്ങിക്കുക. സോ ഇങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഷുഗർ പർച്ചേസ് ചെയ്യാണ്, ഒരു ഷോപ്പ് കീപ്പറാണ് ഷുഗർ പർച്ചേസ് ചെയ്യുന്നത്. ഷോപ്പ് കീപ്പർ എന്തിനായിരിക്കും ഷുഗർ പർച്ചേസ് ചെയ്യുന്നത്? മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ വീണ്ടും അദ്ദേഹം എന്താ റീസെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഗുഡ്സിന് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പെൻ പർച്ചേസ്ഡ് ബൈ എ സ്റ്റുഡൻറ്റ്, ഒരു പെന്ന് വാങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പേന അവൻ വീണ്ടും വിൽപ്പന നടത്തുന്നുണ്ടോ? ഇല്ല അല്ലേ. അതുപോലെ തന്നെ തയ്യൽ മെഷീൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ തയ്യൽ മെഷീൻ ആയാലും പെൻ വാങ്ങുന്നൊക്കെ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ഗുഡ്സിനെ പറയുന്ന പേരെന്താണ്? ഫൈനൽ ഗുഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണേ. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്കോപ്പ് ഓഫ് കൺസപ്ഷൻ കേവ് മെഷേഴ്സ് ഡാഷ്. എന്താ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. കൺസപ്ഷൻ കർവ് മെഷേഴ്സ് MPC ആണ്. അതായത് MPC മീൻസ് എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. പഠിച്ചു വെച്ചോണേ. ഇനി 16ാമത്തെ ക്വസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദ കോ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് A ആൻഡ് B ഈസ് പോസിറ്റീവ്. ദിസ് മീൻസ് ഇഫ് A increases then B will increase അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് എയും ബിയും എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ട്. അതിൻ്റെ കോറിലേഷൻ എങ്ങനെയായിരിക്കും? അത് തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? എ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിയും എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അരിത്തമെറ്റിക് ആവറേജ്? അതായത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് അതിൽ അരിത്തമെറ്റിക് ആവറേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് അല്ലേ. ഓൾ വാല്യൂസ് ഇൻ ദ സീരീസ് ആർ യൂസ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. നമുക്കറിയാം ഇത് രണ്ടും എന്താണ്? അരിത്തമെറ്റിക് ആവറേജിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നെയ്തർ എ നോർ ബി എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസും എന്താണ്? അരിത്തമെറ്റിക് ആവറേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയതുകൊണ്ട് തന്നെ എന്താ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. നെയ്തർ എ നോർ ബി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 18ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ എ പോയിന്റ് ഇൻസൈഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് ഡാഷ്. നമുക്കറിയാം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലെ പോയിന്റ്, ഉള്ളിലെ പോയിന്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്തിനാണ്? ഇൻ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓർത്ത് വെക്കുക, എ പോയിന്റ് ഇൻസൈഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് ഇൻ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോണം കേട്ടോ. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ചോദ്യം നോക്കിക്കേ. ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഇൻ ദ എക്കണോമി റിസൾട്ട്സ് ഇൻ ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളുടെ വളർച്ച എന്തിലേക്ക് നയിക്കുന്നു? നമുക്കറിയാം ഓപ്ഷൻ സി അല്ലേ, അപ്വാർഡ് ഷിഫ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഇൻ ദ എക്കണോമി റിസൾട്ട്സ് ഇൻ അപ്വാർഡ് ഷിഫ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇനി അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്? ഗ്രോത്ത് ഓഫ് റിസോഴ്സസിന് എക്സാമ്പിൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓൾ ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ നാച്ചുറൽ റിസോഴ്സസ് ആയിക്കോട്ടെ, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസിൻ്റെ എന്താ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം? ഗ്രോത്ത് ഓഫ് റിസോഴ്സസിൻ്റെ എക്സാമ്പിൾ ഓൾ ദ എബവ് എന്നാണോ പഠിച്ചു വെക്കേണ്ടത്? അല്ല അല്ലേ. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഇൻക്രീസ് ഇൻ നാച്ചുറൽ റിസോഴ്സസ്, ഇംപ്രൂവ് ഇൻ ക്വാളിറ്റി റിസോഴ്സസ്, ഇതെല്ലാം തന്നെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസിൻ്റെ എക്സാമ്പിൾ ആണ്. ഈ രീതിയിൽ വേണം പഠിച്ചു വെക്കാനായിട്ട് കേട്ടോ. മൂന്നോടെ ഓർത്ത് വെക്കാം.
അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഡിറ്റർമിനൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് എ കോമഡിറ്റി ബൈ എ ഫേം? അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. എന്നിട്ട് എന്താണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്? ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൻ്റെ സപ്ലൈ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അല്ലാത്തത് കണ്ടുപിടിക്കണം. അതിൽ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 എണ്ണം ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? ഓപ്ഷൻ ഫസ്റ്റ്, അതായത് ഇൻകം ഓഫ് ദ ബയേഴ്സും ഓപ്ഷൻ 4 അതായത് ടേസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് രണ്ടും എന്താണ്? നമ്മുടെ ഡിമാൻഡിനെ ബാധിക്കുന്ന സാധനങ്ങളാണ് അല്ലേ, അതല്ലാതെ സപ്ലൈ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇൻകം ഓഫ് ദ ബയേഴ്സും ടേസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സുമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അത് രണ്ടും എന്താണ്? ഡിമാൻഡിനെ ബാധിക്കുന്നവയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഉപഭോക്താക്കളുടെ വരുമാനവും ഉപഭോക്താക്കളുടെ താല്പര്യവും ഇത് രണ്ടും എന്താണ്? ഡിമാൻഡിനെ ബാധിക്കുന്നതാണ് കേട്ടോ, സപ്ലൈ ബാധിക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി 22ാമത്തെ ക്വസ്റ്റ്യന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കോമഡിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ, അവിടെ എന്താ വരേണ്ടത്? ഡിമാൻഡ് എന്നാണ് വരേണ്ടത് കേട്ടോ. ഡിമാൻഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡിമാൻഡ് ആൻഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ സപ്ലൈ ആണ്. അതായത് നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസ് തീരുമാനിക്കുന്നത് ആ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡാണ് അല്ലേ. അത് എങ്ങനെയാണ് നമുക്ക് സപ്ലൈ വഴി മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സെൻറ്റൻസ് അങ്ങനെ വരിക. ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കോമഡിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ സപ്ലൈ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എ പ്രൊഡ്യൂസർ വിൽ യൂസ് ദാറ്റ് ടെക്നോളജി വിച്ച് ഈസ് അവൈലബിൾ അറ്റ് എ ഡാഷ് കോസ്റ്റ്. എന്താ വരേണ്ടത്? അതായത് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്തായിരിക്കണം? ഏത് രീതിയിലുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യേണ്ടത്? ലോവസ്റ്റ് ചിലവിലുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിലുള്ള ടെക്നോളജീസൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ അവിടെ എന്ത് വരണം? ലോവസ്റ്റ് കോസ്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഹൈലൈറ്റ്സ് ദ പ്രോബ്ലം ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലേ, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അടുത്ത വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. സ്ട്രെയിറ്റ് ലൈൻ അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് പാസിംഗ് ത്രൂ ദ ഡാഷ് ഈസ് ഇലാസ്റ്റിക് ത്രൂ ഔട്ട് വൈൽ പാസിംഗ് ത്രൂ ഔട്ട് ദ ഡാഷ് ഈസ് ഇൻഇലാസ്റ്റിക് ത്രൂ ഔട്ട്. അവിടെ എന്താ വരേണ്ടത്? അതായത് ഇവിടെ എക്സ് ആക്സിസും അല്ലേ, ദെൻ അടുത്തിൻ്റെ ഇവിടെ വൈ ആക്സിസുമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് നമുക്ക് സപ്ലൈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിലൂടെ കടന്നു പോകുമ്പോൾ ഇലാസ്റ്റിക് ആകുകയും എന്നാൽ വൈ ആക്സിസിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഇലാസ്റ്റിക് ആകുകയാണ് ചെയ്യുന്നത്. സോ അവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് വരേണ്ടത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സപ്ലൈ കർവ് പാസിംഗ് ത്രൂ ദ എക്സ് ആക്സിസ് ആണെങ്കിൽ ഇലാസ്റ്റിക്കും വൈ ആക്സിസിലൂടെ ആണെങ്കിൽ ഇൻഇലാസ്റ്റിക്കും ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിട്ടുള്ളത് ദ പോയിന്റ് വെർ ഇൻകം ആൻഡ് കൺസെപ്ഷൻ ആർ ഈക്വൽ ഈസ് കോൾഡ് ഡാഷ് പോയിന്റ് ഇൻ ദ എക്കണോമി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാൽ എന്താണ് എന്നുള്ളത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം വരുമാനവും അതുപോലെ തന്നെ ഉപഭോഗവും തുല്യമാകുന്ന ബിന്ദു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ദ പോയിന്റ് വെയർ ഇൻകം ആൻഡ് കൺസെപ്ഷൻ ആർ ഈക്വൽ ഈസ് കോൾഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ മാക്രോ എക്കണോമിക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻറ്റു ഓട്ടോണോമസ് ആൻഡ് ഏതാ വരണ്ടേ? ഇൻഡ്യൂസ്ഡ് കേട്ടോ. ഇൻഡ്യൂസ്ഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓട്ടോണോമസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഓർത്ത് വെച്ചോണേ. അതായത് മാക്രോ എക്കണോമിക്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഓട്ടോണോമസും ഉണ്ട് ഇൻഡ്യൂസ്ഡും ഉണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാനുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ABC കർവ് ലൈസ് എബവ് ദ ATC കർവ്. അതായത് ABC കർവ് എന്ന് പറയുന്നത് ATC കർവിന് മുകളിലാണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണത്? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എപ്പോഴും എന്താണ്? ATC കർവ് ആയിരിക്കും മുകളിലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ATC ആണ് എപ്പോഴും മുകളിൽ വരിക, ABC അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ABC കർവ് ലൈസ് എബവ് ദ ATC കർവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ബോത്ത് TFC കർവ് ആൻഡ്
ടി സി കർവ് സ്റ്റാർട്ട് ഫ്രം വൈ ആക്സിസ്, അതായത് ടി എഫ് സി ആയാലും ടി സി ആയാലും ഇതെന്താണ് വൈ ആക്സിസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ഈ എൻ ഡി പി ജി ഡി പി ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. സോ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. എൻ ഡി പി എന്താണ്, ജി ഡി പി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽസ് ദ സം ഓഫ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡാഷ്. അവിടെ എന്താ വരേണ്ടത്? പ്രോഫിറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. പ്രോഫിറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം എൻ ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽസ് ദ സം ഓഫ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇനി അടുത്തത്, ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ദ സം ഓഫ് എൻ ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ആൻഡ് എന്താ അവിടെ വരേണ്ടത്? ഡിപ്രിസിയേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കുക ഡിപ്രിസിയേഷൻ, DEPRECIATION, ഡിപ്രിസിയേഷൻ കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കണേ. ഡിപ്രിസിയേഷൻ ആണ് രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് ഒരു ഫാക്ടർ കോസ്റ്റിലെ ജി ഡി പി എന്നത് ഫാക്ടർ കോസ്റ്റിലെ എൻ ഡി പിയും അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ്റെയും തുകയാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്തത് അവിടെ പറഞ്ഞിട്ടുള്ളത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാനായിട്ടുള്ളതാണ് കേട്ടോ. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. സോ അത് ശരിയാണോ തെറ്റോ, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം അവിടെ പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്, ഫോൾ ഇൻ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഡിക്രീസസ് സപ്ലൈ. അതായത് ഒരു വസ്തുവിൻ്റെ വില കുറയുന്നത് സപ്ലൈയിൽ എന്തുണ്ടാക്കുന്നു? കുറവുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് കോസസ് എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ. അതായത് ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുന്നത് വിതരണത്തിൽ വിതരണത്തിൽ എന്തുണ്ടാക്കുന്നു? എക്സ്പാൻഷൻ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കി വെക്കേണ്ടത്? ഫസ്റ്റ് കേസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രൈസ് അല്ലെങ്കിൽ വില എന്താ കുറയുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? നമ്മുടെ എന്തായിരുന്നു? സപ്ലൈ അല്ലേ. സപ്ലൈ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. വില കുറയുമ്പോൾ സപ്ലൈ ഡിക്രീസ് ചെയ്യുന്നു. ഓർത്ത് വയ്ക്കണേ, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ ഓർത്ത് വയ്ക്കേണ്ടത്? വില കൂടുമ്പോൾ, അതായത് പ്രൈസ് കൂടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? എക്സ്പാൻഷൻ വർദ്ധിക്കുന്നു അല്ലേ. എക്സ്പാൻഷൻ വർദ്ധിക്കുന്നു. ഓർത്ത് വെച്ചേക്കണം, രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു, പ്രൈസ് കൂടുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ കൂടുന്നു കേട്ടോ. അത് രണ്ടും ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആകുമ്പോൾ രണ്ടും കുറയുന്നു, ഇവിടെ ആകുമ്പോൾ രണ്ടും കൂടുന്നു. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത്, ഇനി അടുത്ത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് അസംപ്ഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡിൻ്റെ അസംപ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഡസ് നോട്ട് ചേഞ്ച്. രണ്ടാമത്തെ, ഇൻകം ഓഫ് ദ ബയേഴ്സ് ഡു നോട്ട് ചേഞ്ച്. ദെൻ മൂന്നാമത്തെ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ബയേഴ്സ് ചേഞ്ച്. അവിടെ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? നമുക്കറിയാം 1, 3 ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അതായത് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഡസ് നോട്ട് ചേഞ്ച്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ബയേഴ്സ് ചേഞ്ച്. ഇത് രണ്ടും ഏതാണ്? ലോ ഓഫ് ഡിമാൻഡ് അസംപ്ഷനകത്ത് വരാത്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യന് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിക്കേ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ടേക്ക് പ്ലേസ് വെൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസസ് അറ്റ് ദ സെയിം ഡാഷ്. അവിടെ എന്താ വരേണ്ടത്? സെയിം പ്രൈസ് ആണ് വരേണ്ടത് അല്ലേ. പ്രൈസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എന്താണ് മലയാളം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ആവശ്യകതയിൽ വർധനവ് അല്ലേ ഉണ്ടാകുന്നത് അതേ ഡാഷിൽ ആവശ്യപ്പെട്ട അളവ് വർദ്ധിക്കുമ്പോഴാണ് അല്ലേ. അവിടെ എന്താ പറയണ്ടേ? ആവശ്യകതയിൽ വർധനവ് ഉണ്ടാകുന്നത് അതേ വിലയിൽ ആവശ്യപ്പെട്ട അളവ് വർദ്ധിക്കുമ്പോഴാണ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ടേക്ക് പ്ലേസ് when quantity demanded rises at the same price. ഇനി അടുത്ത അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂവ്മെൻറ്റ് along the demand curve take place when dash changes. അവിടെ എന്താ വരേണ്ടത്? അവിടെ പ്രൈസ് എന്നുള്ള ആൻസർ തന്നെയാണ് വരേണ്ടത് അല്ലേ. അതായത് പ്രൈസ് തന്നെയാണ്, വില എന്നുള്ള ആൻസർ തന്നെയാണ് അവിടെയും വരേണ്ടത് അല്ലേ. അതായത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഡിമാൻഡ് കേവ് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്
ഡാഷ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് അല്ലേ. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഡിമാൻഡ് കർവിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. സോ പ്രൈസ് ചേഞ്ചസ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 31ാമത്തെ ക്വസ്റ്റിനും എന്താണ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പെയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ യൂസേഴ്സ് ഡാഷ് ഇയർ ക്വാണ്ടിറ്റീസ് ആസ് വെയ്റ്റ്സ് whereas Pasha's price index number uses dash year quantities as weights. അവിടെ ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ യൂസസ് എന്ത് ചെയ്യുന്നത്, ബേസ് ഇയർ ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ബേസ് ഇയർ ക്വാണ്ടിറ്റീസ് ആസ് വെയ്റ്റ്സ് whereas Pasha's price index number uses കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ് ആസ് വെയ്റ്റ്സ് അല്ലേ. അതാണ് ആൻസർ ആയിട്ട്. അപ്പോൾ ബേസും കറണ്ടുമായിട്ട് ഇപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കണം. ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്തുമായിട്ടാണ്, ബേസ് ഇയർ ക്വാണ്ടിറ്റീസ്. പാഷസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ്. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യനും വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഇൻ ആൻ എക്കണോമിക് പ്രൊഡക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് അണ്ടർ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വിൽ ബി എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡാഷ് ലൈന്. ഒരു എക്കണോമിക് പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഉൽപ്പാദനം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനത്തിലാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് എപ്രകാരമായിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും അല്ലേ. സ്ട്രെയിറ്റ് എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സ്ട്രെയിറ്റ് ആയിരിക്കും കേട്ടോ. സ്ട്രെയിറ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് അതിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. PPC ഈസ് ഡാഷ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ. അതായത് PPC എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഒറിജിന് ഡാഷ് ആയിരിക്കുമെന്ന്. എന്തായിരിക്കും ആൻസർ വരേണ്ടത് അവിടെ, കോൺകേവ് എന്നുള്ളതാണ് ആൻസർ വരേണ്ടത് കേട്ടോ. കോൺകേവ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ. PPC ഈസ് കോൺകേവ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 33ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാനാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ഫോൾ പ്രൈസ് ഓഫ് എ ഗുഡ്സ് റിസൾട്ട്സ് ഇൻ ഫോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഇറ്റ് ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1. അതായത് ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അതിനായിട്ടുള്ള മൊത്തം ചിലവും കുറയുന്നുവെങ്കിൽ ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കുമെന്ന്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. വില കുറയുമ്പോൾ ചിലവ് കുറയുന്നത് ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1നെയാണ് സൂചിപ്പിക്കുന്നത്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അതിൻ്റെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, when total expenditure on a commodity does not change with a change in price then elasticity of demand less than 1. അതായത് വിലയിൽ മാറ്റം വരുമ്പോൾ ഒരു സാധനത്തിനായിട്ടുള്ള മൊത്തം ചിലവ് മാറുന്നില്ലെങ്കിൽ ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1 ആണെന്ന്. അത് ശരിയാണോ എന്ന് സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും, ഫോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചിലവ് മാറാത്ത അവസ്ഥയിൽ ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ടു 1 ആയിരിക്കും. അല്ലെങ്കിൽ ലെസ് ദാൻ 1 എന്നുള്ളത് തെറ്റാണ്. ഈക്വൽ ടു 1 ആയിരിക്കും വരിക. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് ചിലവ് മാറാത്ത അവസ്ഥയിലാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു, അതായത് 1ന് തുല്യമായിരിക്കും കേട്ടോ. ഈക്വൽ ടു 1 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അതിനായിട്ടുള്ള മൊത്തം ചിലവും കുറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഇവിടെയാണെങ്കിലോ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ടു 1 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഇനി അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ എന്താ വരേണ്ടത്, ക്രെഡിറ്റ് ഈസ് കൺട്രോൾഡ് ബൈ. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് ഡാഷ് ആണ്. ആരാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് RBI എന്ന് എഴുതാം, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ന് എഴുതിയാലും ശരിയാണ്. സെൻട്രൽ ബാങ്ക് എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബാങ്ക്. ഇനി അടുത്ത അവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് ഫിക്സ്ഡ് ബൈ ഡാഷ്. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ് ഫിക്സ് ചെയ്യുന്നത് ഡാഷ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ്, സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റാണ് കേട്ടോ. രണ്ടിൻ്റെ ആൻസർ സെയിം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറൈസ് ഇൻറ്റു ട്രൂ ഓർ ഫോൾസ് ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ട്രൂ ഓർ ഫോൾസ് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്, ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ഗീവ്സ് ലോൺ ടു ഗവൺമെൻറ്. അതായത് ബാങ്ക് നിരക്ക് എന്നത് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് RBI ഗവൺമെൻറ്റിന് വായ്പ നൽകുന്ന നിരക്കാണെന്ന്. ആണോ, അല്ല അല്ലേ. അത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അത് ഫോൾസ് ആണ് കേട്ടോ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ഡൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണെന്ന്. ശരിയാണോ, അതും
തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കി വെക്കണേ? ഫസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ഗീവ്സ് ലോൺ ടു ഗവൺമെൻറ് എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. അതായത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന റേറ്റ് RBI ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു വായ്പാ നിരക്കാണെന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് വരേണ്ടത്? ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ നിരക്കാണ് കേട്ടോ, അല്ലാതെ ഗവൺമെൻറ്റിന് നൽകുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ഡൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതെന്താണ് അവിടെ വരേണ്ടത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ഡൺ ബൈ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ബാങ്ക് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അവിടെ എന്താണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനുകളൊക്കെ നടത്തുന്ന ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ് അല്ലേ. അതായത് RBI ആണ് നടത്തുന്നത്, അല്ലാതെ കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടി ഓർത്ത് വെക്കുക. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ഡൺ ബൈ, ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? RBI ആണ് കേട്ടോ, അല്ലാതെ കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ഗിവ്സ് ലോൺ ടു, ആർക്കായിരുന്നു ലോൺ കൊടുക്കേണ്ടത്? കൊമേഴ്ഷ്യൽ ബാങ്കിനാണ് കേട്ടോ, അല്ലാതെ ഗവൺമെൻറ്റിനല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് അതിൻ്റെ വ്യത്യാസം. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണേ. അപ്പോൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സെക്ഷൻ ബിയിലേക്ക് പോവാണ്. സോ അതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. കാൽക്കുലേറ്റ് പാഷസ് ഇൻഡെക്സ് നമ്പർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ തന്നിരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പാഷസ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ലാസ്റ്റ് പേയേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. അടുത്തത് അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ്. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റൻ ആയിട്ട് എക്സ്പ്ലെയിൻ ദ എക്സെപ്ഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് നെസസിറ്റീസ്. ഇനി അത് കഴിഞ്ഞിട്ടൊരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് MPC ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതേപോലെ തന്നെ അടുത്തതും അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റ്യനും ഈ പറഞ്ഞ പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു മിസ്സിംഗ് നമ്പർ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മാർക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ദറ്റ് ടേക്ക് പ്ലേസ് വെൻ ദെയർ ഇസ് എ സിറ്റുവേഷൻ ഓഫ് എക്സസ് സപ്ലൈ ഓഫ് കൊമോഡിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വീണ്ടും ഒരു പ്രോബ്ലം ആണ് അവിടെ തന്നിരിക്കുന്നത്. അവിടെ ചോദിച്ചിരിക്കുന്ന കമ്പൈൻഡ് ആവറേജ് വേജ് റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് കമ്പൈൻഡ് ആവറേജ് വേജ് റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാൽ എന്താണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ട്രേറ്റ് ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഓർ ക്വസ്റ്റൻ ആണേ. പിന്നെ അതിൻ്റെ തന്നെ അടുത്ത ചോദിച്ചിരിക്കുന്നത് വിൽ ദ ഫോളോയിങ് ബി ആഡഡ് ഇൻ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ, ഗീവ് റീസൺസ്, മണി റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സാലറി ഗിവൺ ടു ആൻ അമേരിക്കൻ സിറ്റിസൺ വർക്കിംഗ് ഇൻ എ ബാങ്ക് ഇൻ ഇന്ത്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അടുത്തത് അതും ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിനകത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ചോദിച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ബാങ്ക് ടു ദ ബാങ്ക്സ് ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്. അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റൻ ആയിട്ട് എക്സ്പ്ലെയിൻ ബാങ്ക് ടു ദ ഗവൺമെൻറ് ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവും പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവും കേട്ടോ. പിന്നെ അതിൻ്റെ ആക്സിസ് കർവ്സ് ഒക്കെ ക്ലിയർലി ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രോ എ കൺസെപ്ഷൻ കർവ് ആൻഡ് എ സേവിങ് കർവ്, എക്സ്പ്ലെയിൻ ദ പോയിൻറ്റ്സ് ഓഫ് ഒറിജിൻ. അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോക്കി വെച്ചോണേ. പിന്നെ അടുത്തിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റാസ് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് കോഫിഷ്യൻ്റ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത് ഫോളോയിങ് ടേബിൾ, അതും പ്രോബ്ലം തന്നെയാണ്. അതിനകത്തും കാൽക്കുലേറ്റ് റാങ്ക് കോഫിഷ്യൻ്റ് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നമ്മൾ തിയറി തന്നെ അത്യാവശ്യം എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രോബ്ലംസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അത്യാവശ്യം തിയറി തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമേ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെയും ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ
ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന എക്കണോമിക്സിലെ. സോ നന്നായിട്ട് പരീക്ഷ എഴുതാം. എപ്പോഴും റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ റിപ്പീറ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അത് പിൻ ചെയ്തേക്കാം കേട്ടോ. സോ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴും ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡിമാൻഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അത്യാവശ്യം തിയറി നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. പിന്നെ പ്രോബ്ലംസ് ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരത്തുള്ളൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെ നോക്കിയിട്ട് പോകും. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസുമായിട്ട് കാണാം. താങ്ക് യു.